പകൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെരിയാറിലെ മത്സ്യക്കുരുതിയായിരുന്നു. മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ മത്സ്യ കർഷകർ ഇന്ന് പ്രതിഷേധിച്ചതും കണ്ടു. ഓഫീസിലേക്ക് ചത്തുപൊങ്ങിയ മീനുകൾ അവർ വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രതിഷേധം ശക്തമാകുമ്പോഴും മത്സ്യക്കുരുതിയിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ ഇരട്ടിൽ തപ്പുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ പെരിയാറിലേക്ക് ഒഴുക്കിവിട്ട രാസമാലിന്യം ദുരിതത്തിലാക്കിയത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ്. ജീവനോപാധികളെല്ലാം പൂർണ്ണമായും നഷ്ടമായതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെത്തിയത്. പ്രതിഷേധക്കാർ PCB ഉപരോധിച്ചു. ഈ കേൾക്കുന്നത് കേവലം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, അതൊരു ജനതയുടെ ജീവിതാശങ്കയാണ്. ഉയർന്നു വന്ന പ്രതിഷേധത്തിന് അവരുടെ ജീവന്റെ വിലയുണ്ട്. മത്സ്യക്കുരുതിയിൽ നിന്ന് മനുഷ്യക്കുരുതിയിലേക്കുള്ള ദൂരം അധികം ദൂരെയല്ലെന്ന് അവരുടെ മുഷ്ടികളും ചൂണ്ടിക്കാണിക്കുന്നു. ഓഫീസിന് മുൻപിൽ ചത്ത മീനുകൾ കൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വിവിധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധിക്കാനെത്തി. ചർച്ചയ്ക്കെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ബാബുരാജിന്റെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പിന്നാലെ ചത്തമീൻ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധം. പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? വാർഡിൽ ഏറ്റവും കൂടുതൽ മത്സ്യ കൃഷിയെല്ലാം ഉള്ളതാണ്. എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ഉപജീവന മാർഗം, കുടിവെള്ളം എല്ലാം അത് സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. ഉത്തരവാദിത്തം ഇറിഗേഷൻ വകുപ്പിനെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. മത്സ്യക്കുരുതിയിൽ കൃത്യമായ ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല. ഓരുവെള്ളം കയറി ഓക്സിജന്റെ അളവ് കുറഞ്ഞതാകാം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട്. വീഴ്ച വരുത്തിയവർക്കെതിരെ കേസെടുക്കാതെ വിട്ടുവീഴ്ചയില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക റേഷൻ നൽകാൻ ശുപാർശ ചെയ്യണം തുടങ്ങി സമരക്കാർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ചർച്ചയ്ക്കൊടുവിൽ അംഗീകരിച്ചതായും അത് സർക്കാരിനെ അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയതായും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള ആ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ഈ കമ്പനികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി P. രാജീവ് കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 5 ദിവസത്തിനുള്ളിൽ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിനീത VG 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ മീൻ ചത്തുപൊങ്ങിയത് വല്ലാത്തൊരവസ്ഥയാണ്. വിശുദ്ധയായ പെരിയാർ നദി ശുദ്ധമായി തന്നെ ഒഴുകണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ്?